الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വ ചെയ്തുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി മുവഹിദായി ജീവിച്ചു മരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവരാരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം
അമ്പിയാക്കന്മാരാണ് എന്നുള്ളതാണ്. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഉത്തമരായ ഉത്കൃഷ്ടരായ ആളുകൾ വഖൈറുന്നാസി ബഅദൽ അംബിയാഇ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഖൈറായ ഉത്തമരായ ശ്രേഷ്ഠരായ ആളുകൾ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കളാണ് എന്നുള്ളതാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവരെ എടുത്തു പറഞ്ഞപ്പോൾ യഥാർത്ഥ മുഅ്മിനുകൾ അവരാണ് എന്ന് ഖുർആൻ പ്രത്യേകം സ്വഹാബത്തിന് പറഞ്ഞത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഖുർആൻ തന്നെ അതിൽ നമുക്ക് വ്യക്തമാക്കി തന്നു. വല്ലദീന ആമനു, അവർ വിശ്വസിച്ച ആളുകളാണ്. അള്ളാഹുലും റസൂലിലും വിശ്വസിക്കേണ്ട സർവ്വകാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളിലും അതേ രൂപത്തിൽ അന്ത്യദിനത്തിലും തുടങ്ങിയ എല്ലാ വിശ്വാസ കാര്യങ്ങളും അവർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും മലക്കുകളിലും എല്ലാറ്റിലും അടിയുറച്ച് വിശ്വസിക്കുന്ന അപ്രകാരം ആ വിശ്വാസം അനുസരിച്ച് കൊണ്ട് തന്നെ ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വഹാജറു, അവർ സ്വദേശം വെടിഞ്ഞ ആളുകളാണ്. സ്വന്തം കുടുംബവും ബന്ധുക്കളെയും എല്ലാം ദീനുൽ ഇസ്ലാമിന് വേണ്ടി വെടിഞ്ഞ ആളുകളാണ്. വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ട് ത്യാഗ പരിശ്രമം ചെയ്ത ആളുകളാണ്. അത് മാത്രമല്ല വല്ലദീന ആവൗ, അവർ അഭയം കൊടുത്തു, ദീനിൻ്റെ ആളുകൾക്ക് അഭയം കൊടുത്തു. വനസറു, അവർ അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുകയും ചെയ്തു. എന്നിട്ട് ഖുർആൻ പറയാം ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും മഗ്ഫിറത്തും വരിസ്ഖുൻ കരീം, അവർക്ക് പ്രത്യേകമായ പ്രതിഫലമായി അവർക്ക് മാന്യമായ പ്രതിഫലം സ്വർഗ്ഗലോകമുണ്ട്, പാപമോചനമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായ സ്വഹാബ കിറാം, ആ സ്വഹാബ കിറാമിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഓരോ വിശ്വാസിയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും എല്ലാം ശരിയാവുകയുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അഫ്ളലായ ഉത്തമരായ ആളുകളാണ് സ്വഹാബാക്കൾ. അബർറഹ ഖുലൂബൻ, ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. മനസ്സുകളിൽ കറകളില്ല, മാലിന്യങ്ങളില്ല. ശിർക്കോ നിഫാക്കോ കുഫ്റോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള പകയോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല. ഇസ്ലാമികമായ കാര്യങ്ങളിൽ അതിലെന്തെങ്കിലുമൊക്കെ ശക്കോ ശുബ്ഹത്തോ ഒന്നുമില്ല. അഗാധമായി ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക വിഷയങ്ങളിലും അറിവ് നേടിയ ആളുകളാണ് സ്വഹാബാ കിറാം. അപ്രകാരം അവർ കുറഞ്ഞ ആളുകളാണ്. തകല്ലുഫൻ, അവരിൽ ആരും തന്നെ കൃത്രിമത്വമില്ല, ജാടകളില്ല, കാട്ടിക്കൂട്ടലുകളില്ല, ആളുകൾക്കിടയിൽ പ്രകടന പരത കാണിക്കുന്ന സ്വഭാവം അവരിലില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് യഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തിൻ നബി, അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തു ലിസുഹ്ബത്തി നബി, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹവാസം ലഭിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന് ദീനിന്റെ കാര്യത്തിൽ സഹവസിക്കാൻ, റസൂലിന്റെ കൂടെ സന്തത സഹചാരികളായി സഹവസിച്ച റസൂലിന് സഹായമായി ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. അല്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട എളാപ്പ
അബൂ ത്വാലിബ് അദ്ദേഹം മരിക്കുന്ന സമയം എത്രയോ ആഗ്രഹിച്ചതാണല്ലോ റസൂലുള്ളാന്റെ ആ സഹാബാക്കളുടെ റസൂലുള്ളയുടെ മില്ലത്തിൽ ഉൾപ്പെടാൻ വേണ്ടി. പക്ഷേ ഇന്നക ലാ തഹ്ദീ മൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, അങ്ങ് ഇഷ്ടപ്പെടും പോലെ അങ്ങ് വിചാരിക്കുന്ന ആളുകളെ ഒന്നും ഹിദായത്തിലാക്കാൻ അങ്ങയെ കൊണ്ട് സാധ്യമല്ല. രണ്ടാലൊരു ഉമറിനെ കൊണ്ട്, അബൂജഹലിനെ കൊണ്ട്, ഉമർ റളിയല്ലാഹുവിനെ കൊണ്ട് ഇസ്ലാമിന് ശക്തി നൽകണം എന്ന് പറഞ്ഞപ്പം അള്ളാഹു തെരഞ്ഞെടുത്ത് റസൂലിന്റെ സഹാബായി തെരഞ്ഞെടുത്തത് ഉമർ റളിയല്ലാഹുവിനെയാണ്. അപ്പൊ നാം പറയുന്നത് അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളാകാൻ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിനും വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന്, നിലനിൽപ്പിന്, അതിനുവേണ്ടി നിലകൊള്ളാനാണ് സ്വഹാബത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫഅരിഫു ലഹും ഫളലഹും, അവരുടെ ഫളൽ നിങ്ങൾ മനസ്സിലാക്കണേ. വത്തബിഊഹും അലാ ആഥാരിഹിം, അവരുടെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമാ ഇസ്തതഅതും മിൻ അഖ്ലാഖിഹിം, അവരുടെ നല്ല സ്വഭാവങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹദീൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലുള്ള ആളുകളാണ് അവർ. നമ്മൾ ഓർക്കുക, ഇത്ര മഹത്വമുള്ളവരാണ് സ്വഹാബാക്കൾ. ഈ സ്വഹാബാക്കളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയ ഖൈറുൻ നാസി ഖർനി, എന്റെ നൂറ്റാണ്ട്, സ്വഹാബത്തിന്റെ നൂറ്റാണ്ട്, പ്രവാചകന്റെ നൂറ്റാണ്ട് പറഞ്ഞു. പ്രവാചകൻ ആ സ്വഹാബാക്കളുടെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പരിചയപ്പെടുത്തിയത്. അള്ളാന്റെ ഹബീബ് പ്രത്യേകമായി കൽപ്പിച്ചു, അക്രിമു അസ്ഹാബി ഫഇന്നഹും ഖിയാറുക്കും, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ ആദരിക്കണേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ. ഫഇന്നഹും ഖിയാറുക്കും, അവർ നിങ്ങളിൽ ഉത്തമരാണ്, നല്ലവരാണ് അവർ. അതുകൊണ്ടാണ് സ്വഹാബ കിറാമിന്റെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹു എന്ന് പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ടത്. ആ ആദരവ്, ബഹുമാനം നമ്മളിൽ ഉണ്ടായിത്തീരൽ നിർബന്ധമാണ്. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ഈമാനിന്റെ ഭാഗം ഒരു മുഅ്മിനാകണമെങ്കിൽ അയാളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ, അയാളിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ് അൻസാരികളെ സ്നേഹിക്കുക, സ്വഹാബ കിറാമിനെ സ്നേഹിക്കുക. അൻസാരികളോട് കോപം വെക്കുക, വിദ്വേഷം വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിഫാഖിന്റെ അടയാളമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, ലാ യുഹിബ്ബുഹും ഇല്ലൽ മുഅ്മിൻ, മുഅ്മിനല്ലാതെ അവരെ ഇഷ്ടപ്പെടാൻ സാധ്യമല്ല. വലാ യുബഇലുഹും ഇല്ലൽ മുനാഫിഖ്, മുനാഫിഖല്ലാതെ അവരെ ഒരിക്കലും അവരുടെ ദേഷ്യവും വിദ്വേഷവും വെച്ച് പുലർത്തുകയില്ല. സ്വഹാബാക്കളോടുള്ള നിലപാടുകൾ, അവരെ ബഹുമാനവും ആദരവും നമ്മളിൽ ഉണ്ടായിത്തീരണം. പല ആളുകളും വിശ്വാസികളിൽ, പല ഇസ്ലാം മത വിഭാഗങ്ങളിൽ പല ചേരിതിരിയാൻ തന്നെ കാരണം സ്വഹാബത്തിന്റെ വിഷയം മാറിപ്പോയത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അത് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ അവിടെ അല്ലാഹു തആല പറഞ്ഞു, ഫഇന്ന ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, തീർച്ചയായും നിങ്ങൾ വിശ്വസിച്ചതുപോലെ സ്വഹാബ കിറാമേ, നിങ്ങൾ വിശ്വസിച്ച പോലെ അവരും വിശ്വസിക്കുകയാണ് എങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകും. വഇൻ തവല്ലൗ, ഇനി അവർ അതിൽ നിന്ന് സ്വഹാബ കിറാമിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിലോ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ മത്സര കക്ഷികളായി പിരിയും, മത്സര്യത്തിന് വേണ്ടിയായിരിക്കും. അല്ലാഹു മതി അങ്ങക്ക്, നിങ്ങൾക്ക് അല്ലാഹു മതി. വഹുവസ് സമീഉൽ അലീം, അല്ല അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആ സ്വഹാബ കിറാമിന്റെ മാർഗം ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ കാരണവാന്മാരുടെ മതം മതി, അല്ലെങ്കിൽ എനിക്ക് നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും കൊണ്ട് നടക്കുന്നത് മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമാമുകളുടെ ത്വരീഖത്തുകൾ അല്ലെങ്കിൽ മദ്ഹബുകൾ പിൻപറ്റിയാൽ മതി. വ്യക്തമായി സഹാബ കിറാമിന്റെ മാർഗം നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. അത് സഹാബാക്കൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ വിഷയത്തിൽ ഇന്ന സഹാബി അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, സലഫി മൻഹജാണ് ഉള്ളത് എന്ന് പറയുമ്പം അത് സ്വീകരിക്കാത്ത ആളുകൾ. ഇന്ന് അതിന് പ്രകടമായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് അത് ഓതാൻ പാടില്ല, അത് ശരിയല്ല, അത് പ്രവാചകന്റെ മാതൃകയില്ല, സ്വഹാബാക്കൾ അത് ചെയ്തില്ല എന്ന് പറയുമ്പം പല ആളുകളും പല മദ്ഹബുകളുടെയും ഇമാമുകളുടെയും പല ദുർബലമായ കാര്യങ്ങളാണ്, പല ത്വരീഖത്തുകളുടെയും ഒക്കെ പല തെളിവുകളുമായി വരിക. പരിശുദ്ധ ഖുർആനിൽ വഅലൈസൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യൻ അവൻ പ്രയത്നിച്ച് അവന്റെ അധ്വാനമില്ലാതെ അവന് ലഭിക്കുകയില്ല എന്ന ആയത്തിന് വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചപ്പോ അദ്ദേഹം അവിടെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു, ഈ ഏർപ്പാട് ഇത് റസൂലുള്ളാഹി ലം യുംദബ് ഇലൈഹി റസൂലുള്ളാഹ് ഉമ്മത്തഹു, റസൂൽ തന്റെ ഉമ്മത്തിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. വലഹസ്സഹും അലൈഹിം, അവരതിന് പ്രേരിപ്പിച്ചിട്ടില്ല. വലഅർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, എന്തെങ്കിലും സൂചനകളോ നിർദ്ദേശങ്ങളോ തെളിവുകളോ ഒന്നും നൽകില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദി മിൻ സ്വഹാബ റളിയല്ലാഹു അൻഹും, സ്വഹാബാക്കളിൽ ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അത് ഖൈറായ ഒരു പരിപാടിയാണെങ്കിൽ മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നത്, അല്ലെങ്കിൽ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖബർ കട്ടിപ്പൊക്കി ഓതുന്നത് അതൊരു മുന്തിയ ഏർപ്പാടാണ്, ഖൈറായതാണെങ്കിൽ ചില ആളുകൾ പറയും മയ്യത്തിന്റെ വീട്ടിൽ സംസാരം ഒഴിവാക്കാൻ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഖൈറല്ലേ. അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സ്വഹാബാക്കളിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദി മിൻ സ്വഹാബ റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അവർ നമ്മളെക്കാളും മുന്നിലേക്ക് കടക്കുമായിരുന്നു ആ വിഷയത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും സ്വഹാബാക്കൾ ആ നന്മയിൽ മുന്നേറുന്നവരാ. അതേ വിഷയത്തിൽ തന്നെ വിശ്വാസികളെ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പലപ്പോഴും തന്നെ മറ്റൊരു കാര്യം, പല വിഷയങ്ങളും പറയുന്നിടത്തിൽ പ്രത്യേകമായി കാണാം, മയ്യത്ത് കൊണ്ടുപോകുന്ന വിഷയത്തിൽ അത് പ്രത്യേകമായി ദിക്ർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി കൊണ്ടുപോകേണ്ടതില്ല, അത് സലഫുസ് സാലിഹീങ്ങളുടെ മാർഗമല്ല എന്ന് പറയുമ്പോഴും അത് പല ആളുകളും പല മദ്ഹബുകളുടെയും പേര് പറയും. സഹാബാ കിറാമിന്റെ പാതയല്ല, അവരത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കയില്ല. അല്ല, അത് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞല്ലോ, വഅലം അന്ന സവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, മുൻഗാമികളായ സ്വഹാബ കിറാം അവർ സ്വീകരിക്കുന്ന ശരിയായ മാർഗം അസ്സുകൂതു ഫി ഹാലി സൈരി മഅൽ ജനാസ, ജനാസ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനമായി കൊണ്ടുപോകണേ. വലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്, പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തി ശബ്ദമുയർത്തുകയോ ദിക്ർ ചൊല്ലി ശബ്ദമുയർത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. സ്വലഫുകൾ സ്വീകരിച്ച, സ്വഹാബത്ത് സ്വീകരിച്ച സ്വവാബൽ മുഖ്താർ മാ കാന അലൈഹി സ്വലഫു റളിയല്ലാഹു അൻഹും, അവർ സ്വീകരിച്ചത് മൗനമായി പോകല. ഇത് പറയുമ്പോഴും അത് പിൻപറ്റുന്ന ആളുകൾ കുറവാണ്. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെയാ, ഞങ്ങളെ കാക്കക്കാരന ആളുകൾ അങ്ങനെയാ, ഞങ്ങളെ ഉപ്പാപ്പയും മറ്റുള്ള ആളുകളും അങ്ങനെയാ. അതല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇത്തബിഉ ആസാറനാ, ഇത്തബിഉ ആസാറന, നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകളെ പിന്തുടരുക, സ്വഹാബത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടരുക. വലാ തബ്തദിഉ ഫഖദ് കുഫീതും, നിങ്ങൾ ബിദ്അത്തുകൾ, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ബിദ്അത്തുകൾ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹാബാക്കൾ റസൂലുള്ളാഹിയുടെ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്ത ആളുകളാ. വിശ്വാസകാരും കർമ്മകാരും സ്വഭാവകാരും ദീനിന്റെ സകലമാന കാര്യങ്ങളും റസൂലുള്ളാഹിയിൽ നിന്ന് അപ്രകാരം പകർത്തിയെടുത്ത് നേരെ കണ്ട് പകർത്തിയെടുത്ത ആളുകളാ. അവരാ പറയുന്നത്,
നിങ്ങൾ ഒരിക്കലും തന്നെ ബിദ്അത്തുകളെ നിർമ്മിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പാതയാണ് പിൻപറ്റേണ്ടത് എന്ന് അവിടെയും പല ആളുകളും അത് ചെയ്യാറില്ല. ഓരോ വിഷയത്തിലും മഖബറുകൾ കെട്ടി ഉയർത്തുന്ന വിഷയത്തിലും അതുപോലെ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുമ്പം പടച്ചതമ്പുരാനോട് തവസ്സുൽ നടത്തുമ്പം അള്ളാഹു അല്ലാത്ത ആളുകളെ മുൻനിർത്തിക്കൊണ്ട് മരിച്ച് മൺമറഞ്ഞു പോയ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവരങ്ങനെ തവസ്സുൽ നടത്തിയതില്ല. അവരുടെയൊക്കെ റിപ്പോർട്ടിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നബിയെ കൊണ്ടായിരുന്നു ഞങ്ങൾ മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടത്തിന് വേണ്ടി തവസ്സുലായി ഇമാമായി നിർത്തി നബിയെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങളും അതിന് ആമീൻ പറഞ്ഞ് റസൂലുള്ളാഹിയെ മുൻനിർത്തിക്കൊണ്ട് മഴയെ തേടുന്ന നമസ്കാരവും പ്രാർത്ഥന നിർവഹിച്ചു. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഞങ്ങൾ ബി അമ്മി നബീന, ഞങ്ങളുടെ നബിയുടെ എളാപ്പയുടെ പുത്രൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിനെ കൊണ്ടാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, അവർ സ്വഹാബത്തിന്റെ മാതൃകയാണ് ആ വിഷയത്തിൽ. അപ്പുറം ഓരോ കാര്യങ്ങളിലും ഓരോ വിഷയങ്ങളിലും നോക്കൂ നിങ്ങൾ, ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു കയ്യിൽ ചരട് കെട്ടിപ്പോയ മനുഷ്യനെ കണ്ടപ്പം ഇത് പാടില്ല, ചെയ്യരുത്, ഇത് വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ, അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ശിർക്ക് ചെയ്തുകൊണ്ടാണ്. ഇതോരോ വിഷയം സ്വഹാബാക്കളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലും അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ അതിന് വിപരീതമായി വിരുദ്ധമായി സ്വീകരിച്ചാൽ വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് ചര്യക്ക് വിരുദ്ധമായി അതിനെ എതിർത്ത് നിന്നുകൊണ്ട് മാ തബയ്യന ലഹുമുൽ ഹുദാ, സന്മാർഗം ഇന്നതാണ്, ഇതാണ് ഇസ്ലാമിന്റെ പാദാമാർഗം, ഇതാണ് ഹദീസിൽ പറയുന്നത്, ഇതാണ് സഹാബത്തിന്റെ മാർഗം എന്നൊക്കെ വ്യക്തമായി വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ, ഇവിടെ അതിനുള്ള തഫ്സീർ സ്വഹാബത്തിന്റെ അല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ, ഒരു വിഷയം വരുമ്പം, നബിദിനാഘോഷം വരുമ്പം, അല്ലെങ്കിൽ ഉറൂസിന്റെ വിഷയം വരുമ്പം, മറ്റു പല വിഷയങ്ങൾ വരുമ്പം, മിറാജ് നോമ്പിന്റെ വിഷയം വരുമ്പം സഹാബാക്കൾ അത് ചെയ്തിട്ടുണ്ടോ? സഹാബാക്കൾക്ക് റസൂൽ അത് മാർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കുക. ഒറ്റ സഹാബിയും അങ്ങനെ ആഘോഷത കാണാൻ സാധ്യമല്ല. അതേ രൂപത്തിൽ തന്നെ നമ്മളെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും സഹായിച്ചവർ, സ്നേഹിച്ച ആളുകൾ, അങ്ങനെ ഓരോ വിഷയങ്ങളിലും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. വിശ്വാസികളെ, നമ്മൾ അങ്ങനെയാണ് വിശ്വാസികളുടെ അല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞെടുത്തേക്ക് നാം അവരെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം നാം അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാ. വസാഅത് മസീറാ, ആ നരകം എത്ര മോശമായ സങ്കേതമാണ്. ആ നരകത്തിലെ ചീഞ്ചലവും അവിടെയുള്ള ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങളും അതും കുടിച്ചും കയ്പുള്ള ലരീന്റെ കാഴിയും അതൊക്കെ ഭക്ഷിച്ചും കഴിച്ചും കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ പ്രയാസകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബത്തിനെ പഠിക്കുമ്പോൾ അവരുടെ മാർഗത്തെ നമ്മൾ പ്രത്യേകമായി എടുത്ത് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അതിനു വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ മാർഗത്തിൽ എങ്കിൽ ഇന്ന് ആ റസൂലുള്ളാഹിന്റെ സഹാബാക്കളെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, പരിഹസിക്കുന്ന ആളുകളുണ്ട്, ശപിക്കുന്ന ആളുകളുണ്ട്. അവരിലെ പ്രധാന കക്ഷികളാണ് ഖവാരിജുകൾ. അപ്രകാരം തന്നെ ഷിയാക്കൾ, ഖവാരിജുകൾ, ഇവർ പലപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബ കിറാമിൽ പ്രമുഖന്മാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനും ഒക്കെ ചീത്ത പറയുന്നവരാ, ശകാരിക്കുന്ന ആളുകളാ. അത്തരത്തിലുള്ള ചില ആളുകൾ, പല ത്വരീഖത്തിന്റെ ആളുകളുടെയും നാവും തുമ്പുകളിൽ നിന്നും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വരാറുണ്ട്. അതിന്റെ ഗൗരവം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബ സഹാബി, എന്റെ
സഹാബത്തിന് ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അയാൾക്കുണ്ടാകും. അയാൾ എത്ര പണക്കാരാണെങ്കിലും, എത്ര ആളുകൾ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിലും, എത്ര സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ ശാപമുണ്ടായിക്കൊണ്ടിരിക്കും, ലഅനത്തുണ്ടാകും. വൽ മലായികത്തി, അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ടാകും. വന്നാസി അജ്മഈൻ, സർവ്വ മനുഷ്യരുടെയും ശാപം അവർക്കുണ്ടായി തീരും. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. സ്വഹാബത്തിനെ ശപിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുക, സ്വഹാബ കിറാം ആരായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, ആകാശത്തിന് ഏറ്റവും സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പോയിക്കളഞ്ഞാൽ, ആ നക്ഷത്രം ഉതിർന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കും. ആകാശത്തിന് സംഭവിക്കാനുള്ള അപകടങ്ങളൊക്കെ വരും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വാന അമനത്തുൻ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള സംരക്ഷണമാണ്, പ്രൊട്ടക്ഷനാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ അവരിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വരും. അവർക്കിടയിൽ ചില രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ വരും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഅസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, തീർച്ചയായും എൻ്റെ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ് എൻ്റെ സഹാബത്ത്. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സഹാബത്ത് അവരിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തിന് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കക്ഷിത്വം വരും, ഭിന്നതകൾ വരും, ഛിദ്രതകൾ വരും. സഹാബത്തിന്റെ മാർഗം ഒഴിവാക്കി കഴിയുമ്പോൾ ഒരുപാട് കക്ഷിത്വങ്ങളും കലഹങ്ങളും അടിപിടികളും മുസ്ലിം ഉമ്മത്തിൽ പല ഫിത്നകളും ഉണ്ടായി തീർന്നത് സഹാബത്തിന്റെ കാലങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആ സഹാബ കിറാമിനെ പ്രത്യേകമായി നമ്മൾ ആദരിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാകുന്നു, നമ്മുടെ ബാധ്യതയാകുന്ന വിശ്വാസികളെ. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അവരാണ് മുൻകടന്ന ആളുകൾ. മിനൽ മുഹാജിരീന വൽ അൻസാർ, മുൻകടന്നത് ഇസ്ലാമിന്റെ കാര്യത്തിൽ തൗഹീദിന്റെ വിഷയത്തിലേക്ക് മുന്നേറിയ ആളുകളാണ് അൻസാരികളിൽ നിന്നും മുഹാജിരീങ്ങളിൽ നിന്നും. ഏതൊരു വിഷയം പറയുമ്പോൾ ദീനിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയത്ത് ഓതി കൊടുക്കുകയാണ്, സാബിഖു ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗ്ഗത്തിലേക്കും അതുപോലെ പാപമോചനത്തിലേക്കും നിങ്ങൾ മുന്നേറുക. ഒരായത്ത് ഓതിയപ്പോ അതാ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു തആല അൻഹു, നബിയേ ഇത്രയും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം എനിക്ക് ലഭിക്കുമോ? യുഹദിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്താൽ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഈത്തപ്പഴം കടിച്ചു തിന്നുകൊണ്ടിരിക്കാതെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അയിന അന ഇൻ കുത്തിൽതു, ഞാൻ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ് ഷഹീദായ? ഫിൽ ജന്ന, ആ സ്വർഗം കണ്ട് മുന്നേറുകയാണ്, ഷഹീദാവുകയാണ്. ഏതൊരു നല്ല കാര്യങ്ങൾ കാണുമ്പോഴും ഉഹദിന്റെ തലേ ദിവസം അബ്ദുല്ലാഹ് ഇബ്നു ജഅ്ഷ് റളിയല്ലാഹുവും അപ്രകാരം സഅദ് റളിയല്ലാഹു അൻഹുവും ടെന്റിൽ ഒത്തുകൂടുകയാ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടത്തുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഅ്ഷ് സഅദിനോട് പറയുക, നാളെ ഉഹദ് നടക്കാൻ പോവുകയാ, ശത്രുക്കൾ തീർച്ചയായും ബദറിന്റെ പരാജയത്തിന്റെ പക അവർ നമ്മളോട് വീട്ടും. പക്ഷേ ഈ സമയം എനിക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, നീ അതിന് ആമീൻ പറയണം സഅദ്. എന്തായിരുന്നു ആമീൻ പറഞ്ഞത്? ഉഹദിന്റെ രണാങ്കളത്തിൽ, ആ യുദ്ധഭൂമിയിൽ എനിക്ക് ശക്തനായ ഒരു പോരാളിയെ ലഭിക്കുകയും ആ പോരാളിയുമായി ഞാൻ
എതിരിടുകയും ചെയ്യുക. അവസാനം അവരെല്ലാവരും എന്നെ, ശത്രുക്കൾ ഒന്നടങ്കം എന്നെ പിടിച്ച് അവരെൻ്റെ ജീവനോട് എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും എൻ്റെ മൂക്ക് മുറിച്ച് മാറ്റുകയും എൻ്റെ കാത് അരിഞ്ഞു വീഴ്ത്തുകയും എൻ്റെ കൈകാലുകൾ വെട്ടുകയും എന്നിട്ട് എന്നെ ഒരു വെറും ഒരു ഇറച്ചി കഷ്ണത്തിൽ, ഒരു കുന്തത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്നൊരവസ്ഥ ഉണ്ടാവുകയും എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ കരളും എൻ്റെ കൈകാലുകളും ഒക്കെ നാളെ പരലോകത്ത് അല്ലാഹുവേ നിന്റെ മുമ്പിൽ വരുമ്പോ റബ്ബേ നിനക്ക് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി, നിന്റെ തൗഹീദിന് വേണ്ടി നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞപ്പോ ആമീൻ പറയുകയാ സഅദ് റളിയല്ലാഹു അബ്ദുല്ലാഹി ബിൻ ജഹ്ശ് റളിയല്ലാഹു അൻഹു. അവസാനം സഅദ് റളിയല്ലാഹു പറഞ്ഞു, ഉഹദിന്റെ യുദ്ധം അവസാനിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ അതാ ഒരു കുന്തത്തിന്റെ മുനയിൽ ശത്രുക്കൾ നാട്ടിവെച്ചിട്ട് ഒരു ഉടൽ ഭാഗം അത് കണ്ണ് ചൂന്നെടുത്തിട്ടുണ്ട്, കാത് പറിച്ചെടുത്തിട്ടുണ്ട്, മൂക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൈകൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. അതായിരുന്നു അബ്ദുല്ലാഹി ബിൻ ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു. അത്ര ത്യാഗം ചെയ്തവരാ ദീനുൽ ഇസ്ലാമിന് വേണ്ടി. എന്ത് നന്മകൾ പറയുമ്പോൾ അതിലേക്ക് മുന്നേറുന്ന ആളുകളാ. വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ പിൻപറ്റിയ ആൾ റളിയല്ലാഹു അൻഹും വറളു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടെ സ്വർഗം ഒഴുകുന്ന, സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് കൂടെ അരുവികളൊഴുകുന്ന സ്വർഗലോകം. ആ സ്വർഗലോകത്തിൽ അവർ വസിക്കും. ഖാലിദീന ഫീഹാ അബദ, നിത്യവാസികളായി അവരത് കഴിയും. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് വലിയ വിജയം. ഇത് ലഭിക്കുന്ന ആളുകളാണ് സ്വഹാബ കിറാം. ഈ സ്വഹാബ കിറാമിനെ മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും അവരെ മാർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും അവരുടെ മാർഗം നമ്മൾ പഠിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ആ മാർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസീകും വസ്സാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചു പകർത്തി റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയ ഒരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, നാം പറഞ്ഞു വരുന്ന വിഷയം സ്വഹാബ കിറാം എന്ന് പറയുന്നത് അവർ ഉത്തമരായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ശ്രേഷ്ഠരായ മനുഷ്യവർഗത്തിൽ ഉത്തമരായ ആളുകൾ. അവരുടെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ, അവരുടെ പദവികൾ അത് നാം മനസ്സിലാക്കുകയും അവരുടെ മാർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് 5 നേരം നമ്മൾ 17 തവണ നിർബന്ധ നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈവച്ച് അല്ലാഹുവിനോട് പറയുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിൽ, ആ സിറാത്തുൽ മുസ്തഖീം നീ അനുഗ്രഹിച്ചവരുടെ, അംബിയാഇൻ്റെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ അവരുടെ മാർഗം, അതാണ് സ്വഹാബത്തിൻ്റെ മാർഗം. ആ മാർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി നാം പണിയെടുക്കുകയും ചെയ്യുക. അവർക്ക് പരിചയമില്ലാത്ത, അവർ പഠിപ്പിക്കാത്ത ഒരു തരയുടെ ദീനിൻ്റെ കാര്യങ്ങളും അവർക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു കൊടുക്കാത്ത ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ അപകടമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ. ബിദ്അത്ത് ചെയ്യുന്ന ഒരാളിൽ നിന്ന് അല്ലാഹു തആല അയാളുടെ തൗബ തടഞ്ഞു വെക്കും, മറയിടും എന്നുള്ളതാണ്. ഹത്താ യദഅ ബിദ്അതഹു, അയാളുടെ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ ഓർക്കുക, മനസ്സിലാക്കുക. അതേ രൂപത്തിൽ സുന്നത്തുകളെ നാം ഹയാത്താക്കുക.
നമ്മുടെ ദുആകളിലുണ്ട് അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസുന്ന വമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുവേ, ഞങ്ങളെ ഖുർആൻ അനുസരിച്ച് സുന്നത്തനുസരിച്ച് ജീവിപ്പിക്കണമേ, ഞങ്ങളെ അങ്ങനെ മരിപ്പിക്കണമേ എന്ന് നമ്മൾ അത് നമ്മൾ ഹയാത്താക്കണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ നമ്മൾ പഠിക്കണം. അത് നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് സഹാബാ കിറാം. ഒരുപാട് ത്യാഗം അവരനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ദീൻ അവരിൽ നിന്ന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോന്നും അവരുടെ ത്യാഗ പരിശ്രമം, ജീവിതത്തിൽ വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, ഒരുപാട് കഷ്ടപ്പെട്ട്, കൂട്ടുകുടുംബങ്ങളെല്ലാം ഒഴിവാക്കി ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട് ദീന് നമ്മൾക്ക് എത്തിച്ചേരാൻ കഷ്ടപ്പെട്ട ആളുകളാണ്. അത്ര കഷ്ടപ്പാടും അത്ര വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ല നമുക്ക് അവർ പഠിപ്പിച്ച ദീന് പഠിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ മാ യഅതി അലന്നാസി മിൻ ആമിൻ, ജനങ്ങളുടെ മേൽ ഒരു കാലഘട്ടം വരാതിരിക്കുകയില്ല ഇല്ലാ അഹ്ദസു ഫീ ബിദ്അ, അതിൽ ഒരുപാട് ബിദ്അത്തുകൾ ഉണ്ടാക്കും ജനങ്ങൾ. വഅമാതു ഫീഹി സുന്ന, അപ്രകാരം സുന്നത്തുകളെ മരിപ്പിക്കും ആളുകൾ, സുന്നത്തുകൾ ഹയാത്താക്കുകയില്ല. അല്ലേ? അങ്ങനെ ഓരോന്നും മയ്യത്ത് മറമാടുന്ന സമയത്ത് അവിടെ തസ്ബീഹ് ചെല്ലണം. അതിനു പകരം അത് സുന്നത്ത് തസ്ബീഹ് ചെല്ലൂല, തൽക്കീൻ ചെല്ലും ആളുകൾ. അതുപോലെ തന്നെ ഓരോന്നും മരിച്ച് മയ്യത്തിന്റെ വീട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുക, അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, അത് സുന്നത്തല്ല. സുന്നത്തിൽപ്പെട്ടത് മറ്റുള്ള ആളുകൾ ഇസ്നൗലി ആലി ജാഫിറിൻ തഅമ, ജാഫർ റളിയല്ലാഹു മരിച്ചപ്പം പറഞ്ഞില്ലേ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. ആ സുന്നത്ത് സ്വീകരിക്കൂല, നേരെ തിരിച്ചു സ്വീകരിക്കും. സുന്നത്തിനെ അവിടെ ഒഴിവാക്കി ബിദ്അത്തിനെ അവിടെ സ്വീകരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഓരോ വിഷയങ്ങളിലും നമ്മൾ ഏതാണ് സുന്നത്തെന്ന് പഠിക്കുക, അതിനെ ഹയാത്താക്കുക. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു അവൻ്റെ മുത്തഖികളെ മുവഹിദുകളായ ആളുകളിൽ 4 അംബിയായിൻ്റെ, ഔലിയായിൻ്റെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വഹാബാ കിറാമിൻ്റെ കൂടെ സ്വർഗ്ഗലോകത്ത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മദ്രസയുടെ കലശൻ, അതിൻ്റെ നടത്തിപ്പിൻ്റെ ധനസമാഹരണം, അതിற்கு വേണ്ടി ആത്മാർത്ഥമായി ഓരോരുത്തർ സ്വതക്കകൾ ചെയ്യുക. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഈ ചെയ്തു തന്ന റബ്ബിന് നമ്മൾ എന്ത് ചെയ്തു? സഹാബത്തിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പം സുഹൈബ് റൂമിയൊക്കെ ജീവിതകാലത്ത് മുഴുവനും അധ്വാനിച്ചത്, അത് ഹിജറ പോകുമ്പോൾ ശത്രുക്കൾ പറഞ്ഞു ഇതൊക്കെ വിട്ടേച്ച് പോകണം എന്ന് പറഞ്ഞപ്പം ദീനിൻ്റെ പേരിൽ അതൊക്കെ ഒഴിവാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ജിഹാദിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പം അതിന് പ്രതിരോധിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു എല്ലാവരും അതിലേക്ക് സംഭാവനകൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഉമർ റളിയല്ലാഹു 1/3 കൊടുത്തു. ആ സമയം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്ത് മുഴുവനും കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മാ അബ്ഖൈത യാ അബൂബക്കർ, എന്താണ് അബൂബക്കർ? അബ്ഖൈതുല്ലാഹ വ റസൂല, അള്ളാഹുവിനെ റസൂലിനെ അവശേഷിപ്പിച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന് വേണ്ടി, റസൂലിൻ്റെ മാർഗത്തിന് വേണ്ടി, അത് ഹയാത്താക്കാൻ വേണ്ടി, നമ്മുടെ മദ്രസക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുക. അതാണ് നാളെ നമ്മുടെ ഖബറിൽ, നമ്മൾ മരിച്ചാലും ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുണ്യം എന്ന് മനസ്സിലാക്കിയത് എല്ലാവരും നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു തഖ്വയോടുകൂടി, ഈമാനോടുകൂടി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും അള്ളാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. പല ആളുകളും നമ്മളിൽ നിന്ന് അകാരണമായി ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട റബ്ബേ, അവരെത്രയും പെട്ടെന്ന് നീ മോചിപ്പിക്കണമേ അല്ലാഹുവേ. ഫലസ്തീൻ്റെ മണ്ണിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ശത്രുക്കളുടെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ശുഹദാക്കളായി ആളുകൾക്ക് അവർ ഷഹാദത്ത് നീ സ്വീകരിക്കുകയും അവർക്ക് ആ ശേഷമുള്ള വിശ്വാസികൾക്ക് സമാധാനത്തോട് മതമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു നിർഭയത്വം അനുസരിച്ച് ദീന് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ നീ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കണമേ അള്ളാഹുവേ. ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ഈമാനോട്, ഇഖ്ലാസോട്, തഖ്വയോട് കൂടി ഞങ്ങൾ സ്വീകരിക്കണമേ അള്ളാഹുവേ. എവിടെ വെച്ച് ഞങ്ങൾ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ
അള്ളാഹുവേ, നാളെ ഞങ്ങളെ ഖബർ ജീവിതം അത് മുഅ്മിനിന്റെ വിശ്വാസിയുടെ സ്വർഗീയ ജീവിതം അനുഭവിക്കുന്ന ഖബറാക്കി ഞങ്ങളെ ഖബറിനെ മാറ്റണമേ അള്ളാഹുവേ, നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വരും വലത് കൈയിൽ ഗ്രന്ഥം കിട്ടി പെട്ടെന്ന് വിചാരണ കഴിഞ്ഞ് അതിവേഗതയിൽ സിറാത്ത് കടന്ന അമ്പിയായിൻ്റെ ഔലിയായിൻ്റെ സിദ്ദീഖുകളുടെ ശ്രോതാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ, അവിടെ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ഒരുപാട് ആളുകൾ, ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവരുടെ വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നീ ഇല്ലാതാക്കണമേ അള്ളാഹുവേ, അവരെല്ലാവരെയും സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ പ്രവേശിപ്പിക്കണമേ മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങൾ കാത്ത് രക്ഷിക്കണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم توفنا مسلمين والحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد آمين برحمتك.